ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പാലില്ലാത്ത ചായ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് നമുക്ക് പാലും പാൽപ്പൊടിയൊന്നും ഉപയോഗിക്കാതെ നല്ല അടിപൊളിയായിട്ടൊരു ചായ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഒരു 2 കപ്പ് വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ ഈ ചായ ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട എടുത്താൽ 2 കപ്പ് ചായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുട്ട നമുക്ക് കപ്പിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്ത മുട്ട 2ാമത്തെ ഗ്ലാസ്സിലോട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ മുട്ടയുടെ മിക്സിലേക്ക് നല്ല ചൂട് കട്ടൻ ചായ ചേർത്തിട്ട് സാധാരണ ചായ ഉണ്ടാക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചായ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇനി നമ്മൾ 2ാമത്തെ ഗ്ലാസ്സിൽ മാറ്റി വെച്ച മുട്ട ബീറ്റർ വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ബീറ്റർ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് മുട്ട മിക്സ് ആയി കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കട്ടൻ ചായ ചേർത്തിട്ട് ചായ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് മുട്ട വെച്ച് ഉണ്ടാക്കിയതാണെങ്കിൽ മുട്ടയുടെ ടേസ്റ്റ് ഒന്നും വരില്ല. നമ്മൾ സാധാരണ ചായയേക്കാളും ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചായ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള റെസിപ്പീസിനും ടിപ്സിനും ഒക്കെ ആയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്